നമസ്കാരം, ഈസി കൊമേഴ്സിലേക്ക് സ്വാഗതം. ഞാൻ എടുക്കാൻ പോകുന്നത് കോർപ്പറേഷനാണ്. നമ്മൾ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് സൊസൈറ്റീസുകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്ന 3 സൊസൈറ്റീസുകളായിരുന്നു. എന്തൊക്കെയാണ്? ടെക്സ്ഫെഡ്, ക്യാപെക്സ്, സെറിഫെഡ്. ടെക്സ്ഫെഡും ക്യാപെക്സും നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞു. ഇന്ന് പറയാനായിട്ട് പോകുന്നത് സെറിഫെഡ് ആണ്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് സെറിഫെഡ് എന്നുള്ളത് നമുക്ക് നോക്കാം. സെറിഫെഡിന്റെ ഫുൾ ഫോം ഇങ്ങനെയാണ്: കേരള സ്റ്റേറ്റ് സെറികൾച്ചർ കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ലിമിറ്റഡ്. എന്താണ്? കേരള സ്റ്റേറ്റ് സെറികൾച്ചർ കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ലിമിറ്റഡ്. ഇനി സെറിഫെഡ് പഠിക്കുമ്പോൾ 2 ഡേറ്റ് ആണ് അവിടെ പഠിക്കാനുള്ളത്. അതായത് സെറിഫെഡ് രജിസ്റ്റർ ചെയ്ത ഡേറ്റും ഉണ്ട്, സെറിഫെഡ് പ്രവർത്തനം ആരംഭിച്ച ഡേറ്റും ഉണ്ട്. നമ്മൾ ക്യാപെക്സ് പഠിച്ചപ്പോൾ അവിടെ ആകെ ഒരേ ഒരു ഡേറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ചില സ്ഥാപനങ്ങൾക്കാണെങ്കിൽ അവർ രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും എന്തെന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സ്ഥാപനങ്ങൾക്കെല്ലാം 2 ഡേറ്റ് പഠിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇവിടെ എന്താ ഉള്ളത്? രജിസ്റ്റർ ചെയ്തത്, അതായത് സെറിഫെഡ് രജിസ്റ്റർ ചെയ്തത് ഡിസംബർ 16, 1994-നും സെറിഫെഡ് പ്രവർത്തനം ആരംഭിച്ചത് 1995 ഫെബ്രുവരി 10-നുമാണ്. ഓക്കെ, അപ്പൊ ഈ 2 ഡേറ്റ്. അപ്പൊ നമ്മൾ സെറിഫെഡ് വന്നത് 1994-ലാണെന്നോ അല്ലെങ്കിൽ 95-ലാണെന്നോ പറയാൻ പറ്റില്ല. ഇത് രണ്ടും രജിസ്റ്റർ ചെയ്ത ഡേറ്റും ഫംഗ്ഷനിങ് ആരംഭിച്ച ഡേറ്റും വ്യത്യസ്തമാണ്. അപ്പൊ ഒന്നുകൂടെ പറയാം. രജിസ്റ്റർ ചെയ്ത എന്നാണ് 16/12/1994. ഫംഗ്ഷനിങ് അതായത് പ്രവർത്തനം ആരംഭിച്ചത് 10/2/1995. ഇനി സെറിഫെഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് എവിടെയാണ്? ട്രിവാൻഡ്രം ആണ്. പിന്നെ ഉള്ളത് ഏരിയ ഓഫ് ഓപ്പറേഷൻ. സെറിഫെഡ് എന്ന് പറയുമ്പോൾ ഹോൾ കേരളം, നമ്മുടെ കേരളം മുഴുവനുമാണ് ഇതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് പറഞ്ഞത്? സെറിഫെഡ് രജിസ്റ്റർ ചെയ്ത ഡേറ്റ് പറഞ്ഞു, ഫംഗ്ഷനിങ് ആരംഭിച്ച ഡേറ്റ് പറഞ്ഞു, ഹെഡ്ക്വാർട്ടേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ട്രിവാൻഡ്രം ആണ്. പിന്നെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഹോൾ കേരളയാണ്. സെറിഫെഡിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക: കേരള സ്റ്റേറ്റ് സെറികൾച്ചർ കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ലിമിറ്റഡ്. ഇനി സെറിഫെഡുമായി ബന്ധപ്പെട്ട് വളരെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉള്ളൂ. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത് സെറിഫെഡിന്റെ ഒബ്ജക്റ്റീവ് ആണ്. ഒബ്ജക്റ്റീവ് ഇങ്ങനെയാണ്: ഡെവലപ്പ് സെറികൾച്ചർ. സെറികൾച്ചർ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് സെറിഫെഡിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. അതോടൊപ്പം തന്നെ മൾബറി കൾട്ടിവേഷൻ ഇംപ്രൂവ് ചെയ്യുക, സിൽക്ക് ഇൻഡസ്ട്രീസുകൾ ഇംപ്രൂവ് ചെയ്യുക എന്നതും സെറിഫെഡിന്റെ ഒബ്ജക്റ്റീവ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒബ്ജക്റ്റീവേ ഉള്ളൂ. എന്താണ്? സെറികൾച്ചർ ഡെവലപ്പ് ചെയ്യുക, മൾബറിയുടെ കൾട്ടിവേഷൻ ഇംപ്രൂവ് ചെയ്യുക, സിൽക്ക് ഇൻഡസ്ട്രീസ് ഇംപ്രൂവ് ചെയ്യുക. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, സെറിഫെഡ് ഇപ്പൊ നിലവില് ഇല്ല. നമുക്കറിയാം 1994 രജിസ്റ്റർ ചെയ്ത് 1995 ഫെബ്രുവരി 10-ന് ഫംഗ്ഷനിങ് ആരംഭിച്ച സെറിഫെഡ് 2010-2011 കാലഘട്ടത്തില് ഗവൺമെന്റ് ഇത് ലിക്വിഡേറ്റ് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്തു. അപ്പൊ ഇപ്പം നിലവിൽ സെറിഫെഡ് എന്നൊരു സ്ഥാപനം ഇല്ല. ഓക്കെ, ഈ സെറിഫെഡ് പഠിക്കുന്നതോടൊപ്പം നമ്മൾ വളരെ കുറച്ചായിട്ട് ഒരു സ്ഥാപനത്തെ പറ്റി പഠിക്കാനായിട്ടുണ്ട്. അതെന്താണ് നമുക്ക് നോക്കാം. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സെൻട്രൽ സിൽക്ക് ബോർഡ്. സെൻട്രൽ സിൽക്ക് ബോർഡ് എവിടെയാണ് ഹെഡ്ക്വാർട്ടേഴ്സ്? ബാംഗ്ലൂരാണ്. അത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി. സെൻട്രൽ സിൽക്ക് ബോർഡിന്റെ ആസ്ഥാനം അല്ലെങ്കിൽ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിക്കാം. അത് ബാംഗ്ലൂരാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കേരളത്തില് കൊക്കോൺ പ്രോസസിംഗ് സെന്റേഴ്സ് 2 സ്ഥാപനങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് പട്ടണക്കാട്, ആലപ്പുഴയിലെ പട്ടണക്കാടും മറ്റൊന്ന് കാസർഗോഡിലെ ഉടുമയിലും ആണ്. ഇത് മനസ്സിലാക്കി വെക്കുക. ചോദിക്കാം: 2 കൊക്കോൺ പ്രോസസിംഗ് സെന്റേഴ്സ്. കേരളത്തിലുള്ള 2 കൊക്കോൺ പ്രോസസിംഗ് സെന്റേഴ്സ് എവിടെയാണെന്ന് ചോദിക്കാം. ഒന്ന് ആലപ്പുഴയിലെ പട്ടണക്കാട്, മറ്റൊന്ന് കാസർഗോഡിലെ ഉടുമയിലും ആണ്. അപ്പൊ ഇത്രയും മാത്രമേ ഉള്ളൂ. വളരെ ചെറിയ ഒരു ക്ലാസ് ആണ് സെറിഫെഡുമായി ബന്ധപ്പെട്ടത്. അപ്പൊ സെറിഫെഡ് വന്ന 2 വർഷം അത് ഓർത്തു വെക്കുക. രജിസ്റ്റർ ചെയ്തു, ഫംഗ്ഷൻ ചെയ്തു. സെറിഫെഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരമാണെന്ന് മനസ്സിലാക്കുക. ഒബ്ജക്റ്റീവ്സ് മനസ്സിലാക്കുക. പിന്നെ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത്, സെറിഫെഡ് എന്ത് ചെയ്തു? 2010-11 കാലഘട്ടത്തിൽ ഗവൺമെന്റ് അത് ലിക്വിഡേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അതായത് ഇപ്പൊ നിലവിൽ സെറിഫെഡ് എന്നൊരു സ്ഥാപനം ഇല്ല. പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറഞ്ഞുള്ളൂ. പിന്നെ മനസ്സിലാക്കേണ്ടത്, സെൻട്രൽ സിൽക്ക് ബോർഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ചോദിക്കാം. അത് ബാംഗ്ലൂർ ആണെന്ന് മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ കേരളത്തില് കൊക്കോൺ പ്രോസസിംഗ് സെന്റേഴ്സുകൾ 2 ഉണ്ട്. ഒന്ന് ആലപ്പുഴയിലെ പട്ടണക്കാടും മറ്റൊന്ന് കാസർഗോഡിലെ ഉടുമയിലും ആണ്. അപ്പൊ ഇത്രയും മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഇനി ബാക്കിയുള്ള സൊസൈറ്റീസുകളും മറ്റു കാര്യങ്ങളുമായിട്ട് മറ്റു വീഡിയോയിലൂടെ കാണാം.